ഒന്നും പഴയപടി ആകില്ല എന്ന് 100% നമുക്ക് പറയാം. കാരണം പണ്ടത്തെ രീതി അനുസരിച്ചാണെങ്കിൽ മദ്യപിക്കുന്നവർ നോർമലി മദ്യപിക്കുന്നു, മയക്കുമരുന്ന് അന്ന് ഉപയോഗിക്കുന്നവർ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മദ്യപിക്കുന്നവരും മദ്യപിക്കുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇനി മദ്യപിക്കാത്തവർ മയക്കുമരുന്ന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, മദ്യം എന്നത് ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്നൊന്നും നമുക്ക് 100% പറയാൻ പറ്റില്ല. 100% പറയാൻ പറ്റില്ല. ഒരു കാരണവശാലും ഞാൻ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ മാത്രമല്ലോ മദ്യപിക്കുന്നത്. ഞാനിവിടെ UK ഇംഗ്ലണ്ടിലാണ്. അതുപോലെ തന്നെ ലോകത്തിൽ എത്രയോ സ്ഥലത്ത് എത്രയോ എവിടങ്ങളിൽ പോയാലും മദ്യം കിട്ടും. മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരുണ്ട്, മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കാത്തവരുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് ഓരോ രാജ്യത്തും അവരവരുടെ നിയമങ്ങളുള്ള. ആ നിയമത്തിനെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, ഓക്കെ, ഈ മദ്യപിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി അതല്ല, ആ നിയമത്തിന് അധീനമായിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർ സമൂഹത്തിനെതിരെയും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെയും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടികളാണ് എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ മദ്യപാനം കുറയ്ക്കണമെങ്കിൽ പലതരത്തിലുള്ള ബോധവൽക്കരണം നടത്തണം, അത് കൂട്ടണം. ഓക്കെ, അങ്ങനെ ആ ബോധവൽക്കരണം കൂട്ടിയാൽ ഈ മദ്യപാനം കുറയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പ്രാവർത്തികം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ മദ്യപിക്കുന്നവർ എല്ലാം സമൂഹത്തിന് മോശക്കാരാണ്, അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെല്ലാം സമൂഹം നശിപ്പിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ബോധവൽക്കരണത്തിൻ്റെ ഒരു ഗുണം ഞാൻ റീസെൻ്റ്ലി മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പുകയിലക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അത് സിനിമയിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും പല തരത്തിലും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ റീസെൻ്റ്ലി അടുത്ത കാലത്ത് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 തവണ റീസെൻ്റ്ലി നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്, പല കടകളിലും ഇന്ന് പുകയില വിൽപ്പനകൾ, അതായത് സിഗരറ്റ് വിൽക്കുന്നില്ല. പ്രത്യേകിച്ച് സ്കൂളിൻ്റെ സമീപത്തുള്ളത് വിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ അല്ലാത്ത കുറേ കടകളിലും സിഗരറ്റ് വിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതല്ലാതെ പല കടകളിലും എഴുതി വെച്ചിരിക്കുന്നു സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഇവിടെ പുകയില നിരോധിത മേഖലയാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലും ഉണ്ട് കടകളിൽ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പല കടകളിൽ നേരിട്ടല്ലാതെ മേടിക്കാൻ ചെന്നാൽ പോലും കിട്ടാനും ഇല്ല. എന്ന് വെച്ചാൽ അവർ പറയുന്നു ഞങ്ങളിപ്പോൾ വിൽപ്പനയില്ല കേട്ടോ എന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം കുറേ നാളുകൾക്ക് മുമ്പൊന്നും കേൾക്കാനേ ഇല്ലായിരുന്നു. അപ്പം എന്തുകൊണ്ട് അതുണ്ടായത് ഈ പറഞ്ഞ കടക്കാരുടെ എന്നാൽ ഇന്ന് തൊട്ട് ഞാനങ്ങ് വിൽപ്പന വേണ്ട അതാക്കാം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പകരം ഈ കേരളത്തിലുണ്ടായിരുന്ന ഈ പുകയിലക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന് ഭാഗമായിട്ടാണ് അതുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ, പഴയ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന കണക്കും ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ